എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോയി. ഫസ്റ്റ് വൺ, ആവേശമല തല്ലുന്നു. അതല്ല കേട്ടോ ഫസ്റ്റ് കിഴി. ഫസ്റ്റ് വൺ കുറച്ചൊക്കെ ആവേശം ആവാട്ടോ. രാക്ഷസ പുരന്തോൾ. രാജ്ബി ഷെട്ടി നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് ഇന്ന്, അതായത് 29-ാം തീയതി വരും എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നിരിക്കുന്നു. ഒരു പോസ്റ്ററാണ്, അതായത് ഒഫീഷ്യൽ ടീസർ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ. ഇതേ പോസ്റ്റർ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് തന്നെയാണ് വരുന്നത്. ഇന്ന് 6/3 ഇത് പുറത്തു വരും. രവി സാരംഗിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അടുത്തത് നാനി നെക്സ്റ്റ്. സിതാര എന്റർടൈൻമെന്റ്സ് ആയിരിക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റോറിയും ഡയറക്ടറും ലോക്കായിട്ടുണ്ടെന്നാണ് കേട്ടത്. 2026 മിഡോട് കൂടിയിട്ട് സിനിമയുടെ ഷൂട്ട് തുടങ്ങും. അപ്പം മറ്റേ സാധനം വരാനുണ്ടല്ലോ ഇനി നാനിന്റെ ടീമോൻ. അതിന് കാത്തിരിക്കുന്നില്ല. അത് ആരും ഐറ്റായിരിക്കും കേട്ടോ. അത് അഴിഞ്ഞാട്ടായിരിക്കും. അതെ, അതിരടി. ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ കിഴി എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം ഞങ്ങൾ അതിന് മുൻപേ ഷൂട്ട് ചെയ്ത് വെച്ച കിഴിയിലാണ് ഞങ്ങളത് ഇട്ടത്. ഓക്കെ, എന്തായാലും സാം കുട്ടിയായിട്ടാണ് ആൾ വരുന്നത്. ആളെ സാംബോയി എന്നും അറിയപ്പെടും. അരുൺ അനിരുദ്ധനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിൽ വിനീത് ശ്രീനിവാസൻ ഉണ്ട്, ടൊവിനോ തോമസ് ഉണ്ട്. വലിയ പരിപാടിയാണ്. പിന്നെ ഓണം റിലീസായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഓണം റിലീസ്, അയാം ഗെയിം, ഖലീഫ, ഇപ്പൊ ഇത് അതിരടി, വേറൊന്നും കൂടി ഉണ്ട്. വേറൊന്നും ഉണ്ടല്ലോ. ചേടാ, ഓർമ്മയിലുണ്ടായിരുന്ന സിനിമയാണല്ലോ. പോട്ടെ, അങ്ങനെ പോകാൻ പറ്റൂല. പിടി ഏടാ, ഇനി പോയേക്കാം. കിട്ടുന്നില്ല. പിന്നെ ഇനിയിപ്പോ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു പ്രാവശ്യം ഞാൻ എടുത്തായിരുന്നു ആ ചിന്തയിൽ. അത് എക്കോ സിനിമയുടെ 50 കോടിന്റെ ഒരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ടീം തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതാണ്. 50 കോടി ആയിരിക്കുന്നു. സിനിമ OTT വരുന്നുണ്ട് 31-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ. യെസ്. ഓക്കെ, ദിൻജിത്ത് അയ്യതൻ സംവിധാനം ചെയ്ത് പുറത്തു വന്ന സിനിമയാണ്. സന്ദീപായിരുന്നു നായകൻ. നല്ല മികച്ച സിനിമയാണ് കേട്ടോ. 2025 ബെസ്റ്റ് സിനിമകളൊന്നാണ്. സർവം മായ. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായ സിനിമയാണ്. റിയ ഷിബു ആയിരുന്നു നായിക. പിന്നെ പ്രീതി ഉണ്ട് കേട്ടോ. ഓക്കെ, സിനിമയുടെ കളക്ഷൻ 5 ദിവസം കൊണ്ട് ഷുവറായിട്ട് 50 കോടിയിലേക്ക് പുഷ്പം പോലെ കയറും. കാലെടുത്ത് വെക്കാൻ പോവാണ്. അതെ, തൊട്ടടുത്താണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 സ്റ്റെപ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ 50-ലേക്കാണ്. അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ്. 5 ദിവസം കൊണ്ട്. 5 ദിവസം കൊണ്ട് സിമ്പിൾ. ലാലേട്ടന് സ്ലീപ്പർ സെല്ലില്ലേ, അതുപോലെ സ്ലീപ്പർ സെല്ലുള്ള ഒരാളാണ് നിവിൻ പോളി. ഇത് ഫാമിലി കയറിയിട്ടങ്ങ് മാറിയും. അതാണ് ഇവരുടെ രണ്ടുപേരെയും. അതുകൊണ്ടാണ് ഇവരെ ബോക്സ് ഓഫീസ് കിങ്സ് എന്ന് പറയുന്നത് മലയാളത്തിന്റെ. അല്ലാണ്ട് വേറൊന്നുമല്ല. നമ്മൾ സ്വയം ചോദിക്കുക, നമ്മളിപ്പോൾ ഒരു ഫാമിലിയെ കൊണ്ട് തിയേറ്ററിലേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏത് സിനിമക്ക് പോകാമെന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു പരിപാടി ഇതായിരിക്കും എന്ന് കരുതി നമ്മൾ ആ സമയത്ത് നമുക്ക് ഇഷ്ടം തോന്നിയതിനേക്കാളും പ്രാധാന്യം കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെടാമെന്നുള്ളതാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു ഫാമിലിയിൽ എത്ര ആൾക്കാരുണ്ടോ അംഗങ്ങൾ, അത് മൊത്തം ഒരുമിച്ച് അങ്ങ് പോവാണ് ആ തിയേറ്ററിൽ. ആ സിനിമക്ക് അതാണ് മാറ്റം. ഭയങ്കരമാണ്, ഭയങ്കര വ്യത്യാസം. എന്താണെങ്കിലും അടുത്തത് എടുത്തിട്ടുണ്ട് പാട്രിയോട്ട്. സിനിമയുടെ ഷൂട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 31 വരെ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടറിഞ്ഞതൊക്കെ അങ്ങനെയായിരുന്നു. 31-നുള്ളിൽ, അതായത് ഡിസംബർ 31-നുള്ളിൽ ഇത് ഫിനിഷ് ആവുന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അറിയുന്നത് ജനുവരി 10 വരെ ഇതിന്റെ ഷൂട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഒരു 10 ദിവസം കൂടി. ഓക്കെ, എന്തായാലും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനാവുന്ന സിനിമയാണ്. ലാലേട്ടൻ്റെ പോർഷൻസ് ആൾറെഡി കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, ഏപ്രിലേക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഷൂട്ട് ജനുവരിയിലൊക്കെ തീരുന്നെങ്കിൽ പിന്നെ അതല്ല എങ്കിലും നടക്കൂല. കാരണം ലാലേട്ടൻ അതിൽ വേഷം ചെയ്യുന്നതുകൊണ്ടേ. ദൃശ്യം ഏപ്രിൽ 9-നാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനത്തെ സംഭവം തീർച്ചയായും കുറച്ചും കൂടി മുന്നോട്ട് പോകും, ഉറപ്പാണ്. അടുത്തത് കളങ്കാവൽ. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായ സിനിമയാണ്. സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ ഒഫീഷ്യലായിട്ട് ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് 83 കോടി. അതായത് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ മേ ബി ഇതാവും അല്ലേ? കണ്ണൂർ ഇല്ലേ? 85 അല്ലേ? ആണ് തോന്നുന്നു. ഞാൻ 85 86 ആണല്ലേ? 85 86 അങ്ങനെ ആ ഒരു കണക്കാണ് കണ്ണൂർ സ്ക്വാഡിന്റെ ഉള്ളത്.
അതിന്റെ താഴെ ഉള്ളത് കളങ്കാവലായിരിക്കും. ഓക്കെ, അടുത്തത് സ്പിരിറ്റ്. ഓ, ഇതിന് സ്പിരിറ്റ് വരട്ടെ. സ്പിരിറ്റ് സ്പിരിറ്റ് ഇല്ല എന്നിട്ട് സ്പിരിറ്റ് ഇല്ല. ഇല്ലല്ലോ. ഇതിപ്പോ സ്പിരിറ്റ് പറഞ്ഞാൽ ഇച്ചിരി സ്പിരിറ്റ് കൊണ്ടുവരേണ്ടി വരും. സ്പിരിറ്റ് ഇതിലുണ്ട്. ആ സ്പിരിറ്റ് വാചകത്തിൽ നിന്നുള്ള സ്പിരിറ്റ് മതി. ഓക്കെ, സ്പിരിറ്റ്. കൂടെ എന്താ കാണിച്ച്? അല്ല, നിങ്ങൾ വേറെ യൂണിവേഴ്സിൽ കുറെ ആൾക്കാർ വന്നിട്ടേ ആ യൂണിവേഴ്സ് ഇവിടെ തുറക്കാൻ നമ്മൾ അയക്കില്ല. ഓക്കെ, എന്നാ പിന്നെ ഇങ്ങനത്തെ പേരുകൾ ഇടാനും പാടില്ല കേട്ടല്ലോ. അത് നിനക്ക് തെറ്റിയതാ. അത് നിങ്ങളുടെ ചിന്താഗതി കൊണ്ടുള്ളതാണ്. ഞങ്ങൾക്ക് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ സ്പിരിറ്റ് ആണ്. സ്പിരിറ്റ് ആ സാധനമാണ്. ഓക്കെ, എന്താണെങ്കിലും സ്പിരിറ്റ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ജനുവരി 1 പുറത്തു വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ജനുവരി 1 കുറെ എണ്ണം ഉണ്ട്. എന്തായാലും സ്പിരിറ്റിന്റെ ഫസ്റ്റ് ലുക്ക്. പ്രഭാസ് നായകനാവുന്ന സിനിമയാണ്. സന്ദീപ് റെഡ്ഡി വാങ്ങിയാണ് സംവിധാനം. അനിമലിന് ശേഷം സന്ദീപിന്റെ അടുത്ത സിനിമ. പൊളിക്കൂല മോനെ. രാജാസാബിന് ശേഷം പ്രഭാസിന്റെ അടുത്ത സിനിമ പറയുമ്പോ അത് പറയാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ മറ്റേ ഫൗജി ഒന്നും തീർന്നിട്ട് പോലുമില്ല. ഇത് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അത് ഇയാളൊക്കെ പെട്ടെന്ന് ഷൂട്ട് തീർക്കുവേ. സന്ദീപ് റെഡ്ഡി അനിമല് പെട്ടെന്ന് തീർത്തില്ലായിരുന്നു. 120 ദിവസം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അതല്ല, അതിന്റെ ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാലേ അതിനുള്ള മറുപടി അതിന് പ്രതികരണമൊക്കെ നടത്തിയിട്ട് വന്നിട്ട് വേണം പിന്നെ ഷൂട്ട് ചെയ്യാൻ. എന്നിട്ട് ഉൾപ്പെടുത്തും. മറ്റേ അർജുൻ റെഡ്ഡിക്ക് വന്ന ഫുൾ ഇതുണ്ടല്ലോ, അതെല്ലാം അതിനൊക്കെ മറുപടി തിരിച്ചു കൊടുത്തേണ്ട ചെയ്യേ. അതാണേ, അത് അനിമൽ വഴി അങ്ങ് തിരിച്ചു കൊടുത്തു. അതിന്റെ എക്സ്ട്രീ ലെവലാക്കി കൊടുക്കും. അടുത്തത് ഓക്കെ, സൂര്യ 47. ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ട്, അതായത് ഇതിൻ്റെ പ്രൊമോ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അണ്ണൻ തിരിച്ചു പോയതാണ്. പക്ഷെ അതിൻ്റെ ഷെഡ്യൂളാണ് ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. ആ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഷെഡ്യൂൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യെസ്. ഇനി സെക്കൻഡ് ഷെഡ്യൂൾ വരുന്നതൊക്കെ പൊങ്കലിന് ശേഷമായിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് സൂര്യ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇവര് മറ്റുള്ളത് ചെയ്യുമെന്ന് അറിഞ്ഞൂടെ. എന്തായാലും സൂര്യ ജോയിൻ ചെയ്യുന്നത് പൊങ്കലിന് ശേഷമായിരിക്കും. അതിന് ശേഷമാണ് മറ്റേ പാർട്ടി സോങ്. അത് ചെന്നൈയിൽ വെച്ചിട്ടാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. പൊളിക്കണം. സൂര്യയുടെ ആ പഴയ ഇതുണ്ടല്ലോ, അത് തിരിച്ചുകൊണ്ടിരണം. നമ്മൾ മലയാളികൾക്ക് അത് പറ്റണം. അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്നിട്ട് അന്തസ്സായിട്ട് പറഞ്ഞു നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല. സൂര്യ പറയണോ, കണ്ടോ എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇപ്പൊ പുറത്തെടുക്കുന്നത് മലയാളികളാണ്. എന്നിട്ട് ഇവിടെ കൂടണം. ഒരു വീട് ഇവിടെ വെച്ചോ. ഏകദേശം ഇതിന്റെ തൊട്ടപ്പുറത്ത് വേണേ നമ്മുടെ ഈ സ്റ്റുഡിയോന്റെ തൊട്ടടുത്ത് വെച്ചാ വളരെ സന്തോഷം, കുറച്ചും കൂടി എളുപ്പമാവും. വളരെ സന്തോഷമായിരുന്നു അല്ലേ. അടുത്തത് തുടക്കം. അതൊരു തുടക്കമാണ്, ഇത് മറ്റൊരു തുടക്കമാണ്. എന്താണെങ്കിലും തുടക്കം സിനിമേനെ സംബന്ധിച്ച് ജൂഡ് ആന്റണി ജോസഫ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് തുടക്കം തന്നെയാണ്. ഫൈറ്റ് മോഡ് ഓൺ. ആളൊന്നും സൂചന തന്നിട്ടില്ല. അത് ആളിപ്പോ ചെയ്യുന്ന ഇതല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അതങ്ങ് ഉൾപ്പെടുത്താം. അത് നമ്മള് ആ ഒരു ഫോട്ടോ നമ്മൾ മടക്കിയിട്ട് നേരെ ഈ പേഴ്സിലേക്ക് വെക്കും. തുടക്കം സിനിമയുടെ പേഴ്സിലേക്ക്. അതിന്റെ വേറെ ഡൗട്ട് ഒന്നും വേണ്ട, എഡിയാണെന്നുള്ളത് നേരത്തെ അറിയാലോ. പിന്നെ എഴുതിയിരിക്കുന്നത് അതാണ് ഫൈറ്റ് മോഡ് ഓൺ. പിന്നെ ലാലേട്ടൻ ജോയിൻ ചെയ്യാൻ പോവാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് അതിനകത്ത്. അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അത് പക്കാ തുടക്കം തന്നെ. യെസ്. ഓക്കെ, എന്തായാലും ഞങ്ങൾ തുടങ്ങി അല്ലേ ആഘോഷം. അടുത്തത് സൂര്യ. സൂര്യ വീണ്ടും ഇതെന്താ ഇതിപ്പോ 2-3 എപ്പിസോഡുകളായിട്ട് ഈ സൂര്യനെ കൊണ്ടാണല്ലോ ജീവിച്ചു പോണത്. എനിക്ക് മാത്രം കിട്ടും. അത് ഞങ്ങൾ തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. അത് ശരിയായിരിക്കും. എന്ത് ചർച്ച? ഇനി നീ മേലെ എടുക്കരുത് എന്നുള്ള ചർച്ചയാണോ? ഞാൻ നല്ല ഷർട്ട് ഇറക്കും. അതാ സൂര്യ എന്നിട്ട് കോപ്പി അടിക്കും. അതാണ് എന്താ കോപ്പി അടി തന്നെ. ഓക്കെ, എന്തായാലും സൂര്യ പുതിയ ഒരു ഡയറക്ടറിനെ കണ്ടിട്ട് കഥ കേട്ടിട്ടുണ്ട്. പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയതല്ല. അതായത് ടൂറിസ്റ്റ് ഫാമിലി ഇല്ലേ, അഭിഷാൻ ജി വിനീത് ആളാണ്. ആള് ടൂറിസ്റ്റ് ഫാമിലി അഭിനയിച്ചിട്ടുണ്ട്. അതെ, നന്നായി പോയ ആള്. അപ്പോൾ കഥ കേട്ടിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നത്. അയ്യോ, മറ്റേ സൂര്യ 47ന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം കൂടി, ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഉള്ള കാര്യം കൂടി പറയാൻ മറന്നുപോയി. അതായത് പൊങ്കലിന് ശേഷം, പൊങ്കലല്ലേ വരാൻ, പൊങ്കലിന് ശേഷം മലയാളത്തിൽ നിന്നുള്ള കുറച്ച് സ്ക്രിപ്റ്റുകളാണ് കേൾക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനിയും തുടരുന്നു. അതാണ് അതായത് നമ്മുടെ ഇവിടെ ഉള്ള കുറെ ഡയറക്ടേഴ്സിന്റെ കഥ കേൾക്കുന്നത്. പരിപാടി പൊളിക്കാനുള്ള പരിപാടിയാണ്. അടുത്തത് പരാശക്തി. ഓക്കെ, സിനിമയുടെ ഓഡിയോ ലോഞ്ച് വരുന്നു ജനുവരി 3-ാം തീയതി.
ഓക്കെ സായിറാം എഞ്ചിനീയറിംഗ് കോളേജിലാണ് ചെന്നൈയിൽ വെച്ചിട്ട്. ഓക്കെ, സുധാ കങ്കാര ഡയറക്റ്റ് ചെയ്ത് SK നായകനാവുന്ന സിനിമ ജനുവരി 10 റിലീസിനെത്തും. ബത്ലഹേം കുടുംബ യൂണിറ്റ് ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനാവുന്ന സിനിമയാണ്. ഇതാണ് ഓണം റിലീസ് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള സാധനം. ഈ സാധനമാണ് കേട്ടോ, ഇപ്പൊ ഓർമ്മ വന്നു. നമ്മൾ അവിടെ തന്നെ ചിന്തിച്ച് അവിടെ നിന്നിരുന്നെങ്കിൽ എവിടെ കിട്ടുന്നത് മുന്നോട്ട് എഴുതി വരെ ഇതിനകത്ത് ഇട്ടിട്ട്, അതാണ് അതിലും വലിയ കോമഡി. ഇതിനകത്ത് ഈ കിഴി വരെ എഴുതി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ സാധനം അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഓണത്തിന് ഏതൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഓണത്തിനുണ്ടാവോ എത്താൻ വളരെ ചാൻസ് കുറവാ. അല്ല, സെപ്റ്റംബറിലാണ്, ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഓണം. എത്ര മാസം ഉണ്ട്. ഗിരീഷ് ഷേഡിയൊക്കെ ചെയ്യുന്ന സിനിമകളൊക്കെ നമുക്കറിയാലോ. അതെ, എന്തായാലും സിനിമയുടെ കുറച്ച് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു വിജയനാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. ആരായിരുന്നു എഴുത്ത് നമ്മുടെ അഴിഞ്ഞാട്ടത്തിന്റെ എഴുത്തുകാരൻ എന്തെന്നായിരുന്നു മറന്നുപോയല്ലോടാ. ഇത് ഭയങ്കര മറവിയാണോ? വിനായക് ശശികുമാർ ആളാണ് ഇതിന്റെ ലിറിക്സ്. ഓക്കെ, അടുത്തത് 666 ഓപ്പറേഷൻ ഡ്രീം തിയേറ്റർ. ഡോക്ടർ ശിവരാജ് കുമാർ നായകനാവുന്ന സിനിമയാണ്. ഇത് ഏത് രീതിയിലൊന്ന് ഷോർട്ടാക്കാൻ പറ്റുക? ഇത് വലിയ ഏതോ പേരായിരുന്നായിട്ട് ഇനി ഇതും അതിലും കുറച്ചതാ. 2.5 പേജിലായിരുന്നു ഇതിന്റെ ടൈറ്റില്. അത് കുറച്ചതാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ട്. വളരെ നല്ല കാര്യം. എന്താണെങ്കിലും സിനിമയില് പ്രിയങ്ക മോഹന്റെ ഒരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. പ്രിയങ്കയാണതിൽ നായിക. ഹേമന്ത് റാവു ആണ് ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അല്ലേ വിന്റേജ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. അത് മൊത്തം അങ്ങനെ തന്നെ കേട്ടോ, ഫുള്ള് ആ ലെവലിലുള്ള പരിപാടിയാണ്. അടുത്തത് ഏത് ലെവലിലാണ് ഈ പേരൊന്ന് ഷോർട്ടാക്കായിരുന്നു. ഇത്ര ലെവല് പേരിന് വേണ്ടാതെ. അടുത്തത് ജനനായകൻ. വിനോദ് സംവിധാനം ചെയ്ത് ദളപതി വിജയ് നായകനാവുന്ന സിനിമയാണ്. ദളപതി വിജയുടെ അവസാന സിനിമ. എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് ജനുവരി 9. സിനിമയുടെ ഒരു സോങ് മേ ബി ഇന്ന് പുറത്ത് വന്നേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അനൗൺസ്മെന്റ് വന്നേക്കാം. രാവണ താണ്ടാന്നോ രാവണൻ അങ്ങനെ എന്തോ ഒരു സാധനമാണ്, ഓർമ്മ കിട്ടുന്നില്ല. രാവണൻ അങ്ങനത്തെ സാധനമാണ്. അതായത് നമ്മുടെ അനിരുദ്ധ് ഈ സോങ് അന്ന് ഇതിൽ പാടിയിട്ടുണ്ടായിരുന്നു ഓഡിയോ ലോഞ്ചിന് ചെറുതായിട്ടൊന്ന്. ഓക്കെ, എന്തായാലും ഗംഭീര പരിപാടിയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. ലിറിക്കൽ വീഡിയോ ആണ് കേട്ടോ. പിന്നെ കേരളത്തില് ഫാൻ ഷോ 4 മണിക്കല്ല 6 മണിക്കായിരിക്കും. അതെ, അതിന് കാരണം തമിഴ്നാട്ടിൽ 9 മണിക്കുള്ളൂ. അപ്പോൾ 4 മണിക്ക് കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. അതാണ്. എന്താണെങ്കിലും കൊള്ളാം. അടുത്തത് മമ്മൂക്ക ഖാലിദ് റഹ്മാൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് മൂവി. സിനിമയിൽ ആസിഫ് അലി ഒരു റോളിൽ എത്തും എന്നുള്ള ന്യൂസ് അങ്ങനെ സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്നുണ്ട്. ആസിഫ് അലി മാത്രമൊന്നും അല്ല, ആസിഫ് അലി ഉണ്ട്, നെസ്ലൻ ഉണ്ട്, ഇനി മറ്റു പലരുടെയും പേരുകൾ വരാനുണ്ട് ഇതിൽ. ഓക്കെ, അത് ജനുവരി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വൻ പരിപാടിയായിരിക്കും. അടുത്തത് എടുക്കാം. രണ്ടാമൂഴം. MTയുടെ സ്ക്രിപ്റ്റിൽ രണ്ടാമൂഴം എന്തായാലും സംഭവിക്കുമെന്നുള്ളതാണ് MTയുടെ മകൾ പറയുന്നത്. ആൾ പറഞ്ഞത് ഈ 2026 ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവുമെന്ന്. ലാലേട്ടൻ ഉണ്ടാവും ആയിരിക്കും അല്ലേ, മമ്മൂക്ക ഉണ്ടാവും എന്നുള്ളതും സോഷ്യൽ മീഡിയ പറയുന്നു. പിന്നെ സോഷ്യൽ മീഡിയ പറയുന്നു, അതായത് ഭീമന്റെ ക്യാരക്ടർ ഏതൊരു യങ് ആക്ടർ ചെയ്യുന്നുള്ളത്, പുതിയൊരു താരമായിരിക്കും ചെയ്യുന്നതെന്നാണ്. പുതിയൊരു താരം മീൻസ് മറ്റേ യങ്സ്റ്റേഴ്സിലുള്ള ആരെങ്കിലും ആയിരിക്കും ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത്. എന്താണാവോ, ആരാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതാണ്. ആരൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമുക്ക് ഇനി മറ്റൊരു കാര്യം പറയാം, ലാലേട്ടനെ ഭീമനായിട്ട് കാണാനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് വെറും സ്വപ്നമായി മാറും എന്ന് തോന്നുന്നു. അടുത്തത് മൂൺ വാക്ക്. സിനിമയുടെ 6 ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. മനോജ് നിർമ്മല ശ്രീധരൻ ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പ്രഭുദേവയുണ്ട്. ബാബൂട്ടിയുടെ നാമത്തിൽ. ഓക്കെ, എ ഹാപ്പി യങ് ഫിലിം കൊറിയോഗ്രാഫർ ആയിട്ടാണ് ആള് വരുന്നത്. സിനിമ മെയ്യിലാണ് റിലീസിനെത്തുന്നത് കേട്ടോ. പിന്നെ മെയ് 28
ഇതിൽ മെയ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മേ ബി മെയ് 28 ആയിരിക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ബന്ധങ്ങൾ വലിയ ബന്ധങ്ങളാണ് നമ്മുടെ പ്രഭുദേവമായിട്ട് വലിയ ബന്ധം. പ്രഭുദേവ മാത്രമായിട്ടല്ല, അത്യാവശ്യം എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. നല്ല ബന്ധം. അടുത്തത് AR റഹ്മാൻ. AR റഹ്മാൻ അഭിനയിക്കുന്നു ഫിലിം ഡയറക്ടറായിട്ട്. ആ പേര് AR റഹ്മാൻ തന്നെയാണ് കേട്ടോ, ക്യാരക്ടറിന്റെ പേരും. ഒരു പ്രത്യേകത ഉണ്ട്, ആൻഡ് ആംഗ്രി യങ് ഫിലിം ഡയറക്ടറായിട്ടാണ്. ദേഷ്യക്കാരനാ. ദേഷ്യപ്പെടാനൊക്കെ കഴിയുമോ അവൾക്ക്? ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അത് ചെറിയ സൗണ്ട് വെച്ചിട്ടേ ദേഷ്യപ്പെട്ട അതാളുടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നവരോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും ദേഷ്യപ്പെടാൻ അറിയൂല്ലോ എന്ന്. പുറത്ത് വരുന്ന ചെറിയ സൗണ്ട് നീ കാര്യമാക്കണ്ട. അടുത്തത് യോഗി ബാബു. അടുത്തത് ദുബായ് മാത്യു ആവുന്നു. ഇത് ഏതാ ക്യാരക്ടർ എന്ന് മനസ്സിലായോ? ഇത് സ്പൂഫ് ക്യാരക്ടർ ആട്ടോ. ഇത് നമ്മുടെ ജയിലറിലെ മാത്യു. അതെ, സെയിം. പിന്നെ താടിയും സിഗരറ്റും ഹെയർ സ്റ്റൈലും അതെ എല്ലാം കൊണ്ടും ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. അതെനിക്കും അത്ര പറ്റിയിട്ടില്ല. അത് വേറെ ഏത് ക്യാരക്ടറിനെ അവരെടുത്തായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ മാത്യുവിനെ അതെ. ഓക്കെ, എന്തായാലും ആള് ഇതില് ബാബുട്ടിയുടെ എതിരാളിയാണ് അല്ലേ? എതിരി നമ്പർ 1. അപ്പൊ ഇനിയുണ്ട് ആൾക്കാർ വരാൻ കിടക്കുന്നുണ്ട് എതിരികൾ. അജു വർഗീസ് ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ലോർഡ് ജോക്കോവിച്ച്. നല്ല പേര്. നമ്മുടെ ജോക്കോവിച്ചിന്റെ ആരെങ്കിലും ആണോ? ഓക്കെ, ബാബുട്ടിന്റെ ഫ്രണ്ട്, അല്ല സോറി കസിനായിട്ടാണ് വരുന്നത് ബാബുട്ടിന്റെ. ഓക്കെ, പിന്നെ ലൂണ നമ്മുടെ അർജുന അശോകൻ, അതും ബാബുട്ടിയുടെ കസിനായിട്ടാണ് വരുന്നത്. പിന്നെ ആരുണ്ടായിരുന്നല്ലോ? പിന്നെ ഒരാളും ഉണ്ടായിരുന്നല്ലോ. പോയി വായ് ബ്രോ. ഷേ എടുത്തു വെച്ചില്ലല്ലോ. അടുത്തത് ജാസ്മിൻ ആവുന്നു. ആര്? ജാസ്മിൻ. വെറുതെ ഇതിനും കോപ്പിറൈറ്റ് അടിച്ച് മേടിക്കണ്ട, എപ്പിസോഡാണ്. എന്താ അവിടെ പേര്? പേര് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത അടിയിൽ വന്ന സാധനം ഉണ്ടല്ലോ, അതിവിടെ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇത് ചെറിയൊരു തെറ്റുണ്ട് ഇതില്. അപരാധം എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതിന് താഴെ ഫയർ ആൻഡ് ആഷ് എന്നാണ്. ശരിക്കും അതല്ല കൊടുക്കുന്നത്, ഫയർ ആൻഡ് ഷിറ്റ്. അതാണ് അതിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിനിടയ്ക്ക് ചിരിക്കാണ്ടായ കാരണം. ഓക്കെ, മറ്റേ ആളുടെ പേര് നമുക്ക് നാളെ കണ്ടുപിടിക്കാം. ഇനി എന്ത് ഇത് ഇവിടെ നിർത്തുന്നതാണ് ഇതിന്റെ ഭംഗി. കറക്റ്റ് നല്ലൊരു എൻഡ് കിട്ടിയിട്ടുണ്ട്. നിർത്താം. എന്താണെങ്കിലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.